കൂട്ടുകാരെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 4 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഗവൺമെൻറ് എന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ടീച്ചർ ആദ്യം തന്നെ ഗവൺമെൻറ്റിനെ കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. The government as a social institution is a structured system of authority that organizes, directs and regulates the affairs of a society. It is responsible for creating and enforcing laws, maintaining social order, providing public services and protecting the rights and freedom of individuals. The government plays a social role in ensuring the stability and functioning of society by establishing rules and policies that guide the behavior of its സിറ്റിസൺസ്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ചെറിയ ഇൻട്രഡക്ഷനാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞത്. അതിൻ്റെ മലയാള പരിഭാഷ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു സിറ്റിസൻ്റെ എല്ലാ കാര്യങ്ങളും അവരുടെ റൈറ്റും ഒക്കെ നിയന്ത്രിക്കുകയും നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാമൂഹിക സ്ഥാപനം തന്നെയാണ് ഗവൺമെൻറ്. അപ്പോൾ ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ ഒരു സമൂഹത്തിൻ്റെ കാര്യങ്ങൾ സംഘടിപ്പിക്കുകയും നയിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘടനാപരമായ അധികാര സംവിധാനമാണ് സർക്കാർ. നിയമങ്ങൾ സൃഷ്ടിക്കുന്നതിനും നടപ്പാലാക്കുന്നതിനും സാമൂഹിക ക്രമം നിലനിർത്തുന്നതിനും പൊതുസേവനങ്ങൾ നൽകുന്നതിനും വ്യക്തികളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കുന്നതിനും ഇത് ഉത്തരവാദിയാണ്. പൗരന്മാരുടെ പെരുമാറ്റത്തെ നയിക്കുന്ന നിയമങ്ങളും നയങ്ങളും സ്ഥാപിച്ച് സമൂഹത്തിൻ്റെ സ്ഥിരതയും പ്രവർത്തനവും ഉറപ്പാക്കുന്നതിൽ സർക്കാർ നിർണായക പങ്ക് വഹിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടായാൽ നമ്മൾ അവസാനം അത് എവിടെയാണ് സമർപ്പിക്കുന്നത്? നമ്മൾ ആദ്യം കോടതിയെ സമീപിക്കും. അപ്പോൾ കോടതിയാണെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പല കാര്യങ്ങളും നടപ്പിലാക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ കോടതിയും ഗവൺമെൻറ്റൊക്കെ ലിങ്ക് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റിലെ എല്ലാ പരമാധികാരവും ഉള്ളത് ഗവൺമെൻറ്റിനാണ്. ഇനി അടുത്തൊരു ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ അത് ഡെമോക്രസി, മൊണാർക്കി, അതുപോലെ തന്നെ നമ്മൾ പിന്നീടുള്ള സ്ലൈഡുകളിലൊക്കെ കുറച്ച് ടൈപ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡെമോക്രസിയെ പറ്റിയാണ്. എ സിസ്റ്റം വേർ ദ പവർ ഈസ് വെസ്റ്റഡ് ഇൻ ദ പീപ്പിൾ ഹു ഇലക്ട് റെപ്രസെൻറ്റേറ്റീവ് ടു മേക്ക് ഡിസിഷൻസ് ഓൺ ദെയർ ബിഹാഫ്. ഇപ്പോൾ ജനാധിപത്യം, അതായത് ജനങ്ങൾക്ക് അധികാരം നിക്ഷിപ്തമായ ഒരു സംവിധാനം, അവർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ ജനാധിപത്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണസമിതി ഇവിടെ ഭരിക്കുന്നു. അതാണ് ഡെമോക്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൊണാർക്കി, എ സിസ്റ്റം വേർ എ സിംഗിൾ റൂളർ, യൂഷ്വലി എ കിങ് ഓർ ക്യൂൻ ഹോൾഡ് പവർ, ഓഫൺ ബേസ്ഡ് ഓൺ ഹെറിഡിറ്ററി സസഷൻ. അതായത് രാജവാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിയായിരിക്കും ഒരു രാജ്യം ഭരിക്കുന്നത്, രാജാവോ രാജ്ഞിയാവാം. അപ്പോൾ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചാവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ രാജാധികാരം കൈവശം വെക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നു. ആ രാജാവ് മരണപ്പെട്ടാൽ അവരുടെ മകന് ആ രാജ്യം കൈമാറുന്നു. അപ്പോൾ അങ്ങനെയാണ് രാജവാഴ്ചയിൽ വരുന്നത്. ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനമാണ് രാജവാഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഡെമോക്രസിയാണ് പിന്തുടർന്ന് പോകുന്നത്. ടൈപ്സിൽ മൂന്നാമതായി ഡിസ്കസ് ചെയ്യുന്നത് ഒതോറിറ്റേറിയനിസമാണ്. അതായത് പരിമിതമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യങ്ങളുള്ള ഒരു നേതാവിൻ്റെയോ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെയോ കൈകളിൽ അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു സംവിധാനമാണ് സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഹിസ്റ്ററിയിൽ എടുത്തതിന് ഒരുപാട് സ്വേച്ഛാധിപതിമാരുണ്ടായിട്ടുണ്ട്, ഏകാധിപതിമാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. പവർ, എ സിസ്റ്റം വേർ പവർ ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ സിംഗിൾ ലീഡർ ഓർ എ സ്മോൾ ഗ്രൂപ്പ് വിത്ത് ലിമിറ്റഡ് പൊളിറ്റിക്കൽ ഫ്രീഡംസ്. അപ്പോൾ ഒരു സിംഗിൾ ലീഡറോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ ചേർന്ന് ഒരു അധികാരം കൈകളിൽ എത്തിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അധികാരം നടത്തുന്നതിനെയാണ് നമ്മൾ ഒതോറിറ്റേറിയനിസം എന്ന് പറയുന്നത്. അടുത്തത് ടോട്ടലിറ്റേറിയനിസമാണ്. അതായത് an extreme form of authoritarianism where the government seeks to control all aspects of public and private life. അതായത് ഏകാധിപത്യം, അല്ലേ? അതായത് ഒരു പൊതു സ്വകാര്യ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്ന സ്വേച്ഛാധിപത്യത്തിൻ്റെ അങ്ങേയറ്റത്തെ രൂപമാണ്. അതായത് നമുക്കറിയാം, ഏകാധിപതി എന്ന് പറഞ്ഞാൽ ആ ഒരു ആളുടെ തോട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിനനുസരിച്ചാണ് ആ ഒരു രാജ്യം പോകുന്നത്, അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഹിറ്റ്ലറൊക്കെ ഏകാധിപതിയായിരുന്നു. അപ്പോൾ ഏകാധിപതി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ ഭരണാധികാരി എന്ത് പറയുന്നു അത് അവിടെ നടപ്പിലാക്കും. അത് എല്ലാ ജനങ്ങൾക്കും ഇഷ്ടമാവുകയോ ഇല്ലയെന്നൊന്നും അദ്ദേഹം നോക്കില്ല. അത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അതനുസരിച്ച് കൊള്ളുക. അതാണ് ഏകാധിപതിയുടെ ഒരു റൂൾ എന്ന് പറയുന്നത്.
പക്ഷെ അതിനൊക്കെതിരായിട്ട് ജനങ്ങൾ സമരം ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഡെമോക്രസിയിലേക്ക് വന്നിരിക്കുന്നത്. ഡെമോക്രസി എന്ന് ജനങ്ങൾക്ക് കൂടി ഭരിക്കാനുള്ള ഒരു അവകാശമുണ്ട് അല്ലേ. ജനപ്രതിനിധിയാണ് ജനങ്ങളെ ഭരിക്കുന്നത്. അപ്പോൾ അതാണ് പിന്നെ നമ്മുടെ ഡെമോക്രസി അതുപോലെ തന്നെ ഈ ഏകാധിപതിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് പറയുന്നതാണ് ഫെഡറലിസം. എ സിസ്റ്റം വെർ പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ എ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് റീജിയണൽ ഗവൺമെൻറ് ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റും പ്രാദേശിക ഗവൺമെൻറ്റും തമ്മിൽ അധികാരം വിഭജിക്കപ്പെടുന്ന ഒരു സംവിധാനം. ഓരോന്നിനും അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ ടീച്ചർ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കീ ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ആണ്. ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഗവൺമെൻറ്റിന് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഉള്ളത്? നമ്മൾ 1 by 1 ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് വായിക്കാം. ഒന്നാമത്തെ ലെജിസ്ലേഷൻ, അതായത് നിയമനിർമ്മാണം. രണ്ടാമത്തെ ലോ എൻഫോഴ്സ്മെൻറ്റ്, അതായത് നിയമനിർവഹണം. തേർഡ് വൺ പബ്ലിക് സർവീസസ്, പൊതുസേവനങ്ങൾ. എക്കണോമിക് റെഗുലേഷൻ, സാമ്പത്തിക നിയന്ത്രണം. ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, പ്രതിരോധവും സുരക്ഷയും. റെപ്രസെൻറ്റേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, പ്രാതിനിധ്യവും പങ്കാളിത്തവും. ഡിപ്ലോമസി ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, നയതന്ത്രവും അന്താരാഷ്ട്ര ബന്ധങ്ങളും. നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തേത് ലെജിസ്ലേഷൻ, അതായത് നിയമനിർമ്മാണം. അതായത് വ്യക്തികളുടെയും സംഘടനകളുടെയും പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും നയങ്ങളും സർക്കാർ സൃഷ്ടിക്കുന്നു. സമൂഹത്തിൽ നീതി, സമത്വം എന്നിവ ഉറപ്പാക്കുന്ന നിയമചട്ടക്കൂടുകളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. അതായത് ദ ഗവൺമെൻറ് ക്രിയേറ്റ് ലോസ് ആൻഡ് പോളിസീസ്. അപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് നയങ്ങളും അതുപോലെ തന്നെ പോളിസീസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെയും ഓർഗനൈസേഷൻസിൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ലെജിസ്ലേഷൻ പാസ്സാക്കുന്നത്. അടുത്തത് ലോ എൻഫോഴ്സ്മെൻറ്റ്, നിയമനിർവഹണം. ദ ഗവൺമെൻറ് എൻഫോഴ്സസ് ലോസ് ത്രൂ വേരിയസ് ഏജൻസീസ് സച്ച് ആസ് ദ പോലീസ്, ജുഡീഷ്യറി ആൻഡ് മിലിറ്ററി ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് പ്രൊട്ടക്ട് സിറ്റിസൺസ് ഫ്രം ഹാം. അപ്പോൾ ക്രമസമാധാനം നിലനിർത്തുന്നതിനും പൗരന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പോലീസ്, ജുഡീഷ്യറി, സൈന്യം തുടങ്ങിയ വിവിധ ഏജൻസികളിലൂടെ സർക്കാർ നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അടുത്തത് പബ്ലിക് സർവീസസ് ആണ്. ഗവൺമെൻറ് പ്രൊവൈഡ് എസെൻഷ്യൽ സർവീസ് ടു പബ്ലിക് സച്ച് ആസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെൽഫെയർ പ്രോഗ്രാംസ്. ദീസ് സർവീസസ് ആർ ക്രൂഷ്യൽ ഫോർ വെൽബീയിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. അപ്പോൾ നമുക്കറിയാം ഒരുപാട് പൊതുസേവനങ്ങൾ സർക്കാർ നൽകുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസം അല്ലെ, ഗവൺമെൻറ് വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്, കോളേജസ്, സ്കൂൾസൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഫീസൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ ആരോഗ്യ സംരക്ഷണം, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഗവൺമെൻറ് ഡിസ്പെൻസറീസ്, ഹോമിയോ, അലോപ്പതി, ആയുർവേദമൊക്കെ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ അവശ്യ സേവനങ്ങൾ സർക്കാരുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്നു. ഈ സേവനങ്ങൾ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും വികസനത്തിനും നിർണായകമാണ്. അടുത്ത എക്കണോമിക് റെഗുലേഷൻസ് ആണ്. അതായത് എക്കണോമിക് റെഗുലേഷൻസിൽ ദ ഗവൺമെൻറ് പ്ലേസ് എ റോൾ ഇൻ റെഗുലേറ്റിംഗ് എക്കണോമി ബൈ ഇംപ്ലിമെൻറ്റിംഗ് പോളിസീസ് ദാറ്റ് എഫക്ട് ടാക്സേഷൻ, ട്രേഡ്, ലേബർ മാർക്കറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റംസ്. ദിസ് ഹെൽപ്സ് ടു എൻഷുർ എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത്. അപ്പോൾ സാമ്പത്തിക നിയന്ത്രണം നന്നായി തന്നെ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അതായത് നികുതി, വ്യാപാരം, തൊഴിൽ, വിപണികൾ, സാമ്പത്തിക സംവിധാനങ്ങൾ എന്നിവയെ ബാധിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. ഇത് സാമ്പത്തിക സ്ഥിരതയും വളർച്ചയും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അടുത്ത ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, അതായത് പ്രതിരോധവും സുരക്ഷയും. ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്ടിങ് ദ കൺട്രി ഫ്രം എക്സ്റ്റേണൽ ത്രെറ്റ്സ് ത്രൂ ദി മെയിൻ്റനൻസ് ഓഫ് ആംഡ് ഫോഴ്സസ് ആൻഡ് ഇൻ്റലിജൻസ് ഏജൻസീസ്. ഇറ്റ് ഓൾസോ എൻഷുവർ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ബൈ പ്രിവെൻറ്റിംഗ് ക്രൈം ആൻഡ് മാനേജിംഗ് എമർജൻസീസ്. നമുക്കറിയാം സായുധ സേനയുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഒക്കെ സഹായത്തോടെ നമ്മളെ രാജ്യത്തെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിനെയൊക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനാണ്. കുറ്റകൃത്യങ്ങൾ തടയുക, അടിയന്തര സാഹചര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്ന, അതൊക്കെയാണ് നമ്മുടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്ന സർക്കാരിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അടുത്തത് റെപ്രസെൻറ്റേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഗവൺമെൻറ് റെപ്രസെൻറ്റ് the interest of their citizens and provide avenue of public participation in decision making process. പിന്നെ അതുപോലെ തന്നെ representation and participation. Government represent the interest of their citizens and provide avenue for public participation in decision making process, often through democratic election and other forms of political engagement. അപ്പോൾ പ്രാതിനിധ്യവും പങ്കാളിത്തവും. ഗവൺമെൻറ്റുകൾ അവരുടെ പൗരന്മാർക്ക് താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുകയും
തീരുമാനമെടുക്കാൻ പ്രക്രിയയിൽ പൊതു പങ്കാളിത്തത്തിന് വഴിതെളിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ജനാധിപത്യ തിരഞ്ഞെടുപ്പിൽ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടാകാം. നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്നത് ജനപ്രതിനിധി തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രമുഖമായ ഒരു കാര്യമാണ്. അപ്പോൾ അതും ഗവൺമെൻറ് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അവസാനം ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്ലോമസിയാണ്. ഡിപ്ലോമസി ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, അതായത് നയതന്ത്രവും അന്താരാഷ്ട്ര ബന്ധങ്ങളും. ഗവൺമെൻറ് എൻഗേജ് ഇൻ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ് ടു പ്രൊമോട്ട് പീസ്, ട്രേഡ് ആൻഡ് കോപ്പറേഷൻ ഓൺ ഗ്ലോബൽ ഇഷ്യൂസ്. അപ്പോൾ ആഗോള വിഷയങ്ങളിൽ സമാധാനം, വ്യാപാരം, സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാരുകൾ മറ്റ് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്, സ്റ്റേറ്റിലാണെങ്കിൽ കേരള ഗവൺമെൻറ്. അപ്പോൾ ഈ രണ്ട് ഗവൺമെൻറ്റുകളും നമ്മുടെ പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പൗരന്മാർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനും അതുപോലെ തന്നെ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഇതിനു വേണ്ടിയാണ് അവർ ഭരിക്കുന്നത്, അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരെ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യത്തിലൂടെയാണ്, അതായത് വോട്ട് ചെയ്തിട്ടാണ്. എല്ലാ പൗരന്മാരുടെയും അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ ഓരോ ജനപ്രതിനിധികളെയും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗവൺമെൻറ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക്